ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നമസ്തേ കിള്ളിയാർ നദീവന്ദന യാത്ര ഇന്ന് നടക്കും. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന യാത്ര കിള്ളിയാർ ഉത്ഭവിക്കുന്ന നെടുമങ്ങാട് തീർത്ഥങ്കരയിൽ നദീപൂജയോടെ ആരംഭിക്കും. ISRO മുൻ ചെയർമാൻ കെ മാധവൻ നായർ യാത്ര ഉദ്ഘാടനം ചെയ്യും. തത്സമയ ദൃശ്യങ്ങൾ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, ഇപ്പോൾ ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നമസ്തേ കിള്ളിയാർ നദീവന്ദന യാത്ര നടക്കുന്നത്. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന യാത്ര കിള്ളിയാർ ഉത്ഭവിക്കുന്ന നെടുമങ്ങാട് തീർത്ഥങ്കരയിലാണ് തുടങ്ങുന്നത്. നദീപൂജയോടെയാണ് യാത്ര ആരംഭിക്കുക. ISRO മുൻ ചെയർമാൻ കെ മാധവൻ നായരാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജന്മഭൂമിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് കിള്ളിയാറിൻ്റെ, അതായത് തിരുവനന്തപുരം നഗരഹൃദയത്തിലൂടെ പ്രധാനമായി ഒഴുകുന്ന നദിയായ കിള്ളിയാറിൻ്റെ ഉത്ഭവസ്ഥാനമായ നെടുമങ്ങാട് ോടിന് സമീപത്തുള്ള തീർത്ഥക്കരയിൽ നിന്നാണ് ഇപ്പോൾ നദിവന്ദന യാത്ര, അതായത് നമസ്തേ കിള്ളിയാർ യാത്ര ആരംഭിക്കുന്നത്. മുൻ മിസോറാം ഗവർണർ കൂടിയായ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലാണ് ഈ യാത്ര പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ISRO മുൻ ചെയർമാൻ കെ മാധവൻ നായരായിരിക്കും ഇതിന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ടാവുക. NCC കേഡറ്റുമാരടക്കം ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. 2K ബറ്റാലിയൻ NCC കേഡറ്റിൻ്റെ കമാൻഡോ ചീഫ് അടക്കം ഈ യാത്രയുടെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം പങ്കെടുക്കുന്ന നമസ്തേ കിള്ളിയാർ പരിപാടിയാണ് പ്രൗഢോജ്വലമായി ഇപ്പോൾ തീർത്ഥക്കരയിൽ നിന്നും ആരംഭിക്കുന്നത്. നെടുമങ്ങാട് ആരംഭിക്കുന്ന ഈ യാത്ര വൈകുന്നേരം കല്ലടിമുക്കിലാണ്, അതായത് കിള്ളിയാർ കരമനയാറും കൂടി സംഗമിക്കുന്ന ഈ കല്ലടിമുക്കിലാണ് യാത്ര സമാപിക്കുക. അവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, അതായത് ഇതിനു മുമ്പ് 2 യാത്രകൾ ഉണ്ടായിരുന്നത് ലഹരിക്കെതിരായിട്ടുള്ള യാത്രകളായിരുന്നു. ഒന്ന് ആറ്റിങ്ങൽ മുതൽ ആരംഭിച്ച യാത്ര, അത് വെള്ളനാടാണ് സമാപിച്ചത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നയിച്ച ലഹരി വിമുക്ത യാത്രയുണ്ടായിരുന്നു. മറ്റൊരു യാത്ര പാറശാല മുതൽ തിരുവനന്തപുരം മാനവീയം വീതിയിൽ സമാപിക്കുന്ന മറ്റൊരു ലഹരി വിമുക്ത യാത്രയുണ്ടായിരുന്നു. അത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനായിരുന്നു ആ യാത്രയുടെ നായകനായി ഉണ്ടായിരുന്നത്. ഇന്ന് നടക്കുന്ന ഈ യാത്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, NCC കേഡറ്റുമാരാണ് ഇതിൽ കൂടുതലും അണിനിരക്കുന്നത്. അതായത് പ്രകൃതിയെ സംരക്ഷിക്കുക, നദികളെ സംരക്ഷിക്കുക, പ്രകൃതിയും കാടും മലകളും ഒക്കെ തന്നെ അത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാകുന്ന സന്ദേശമാണ് ജന്മഭൂമി ഈ യാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കുമ്മനം രാജശേഖരൻ നയിക്കുന്ന ഈ യാത്രയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ISRO മുൻ കെ മാധവൻ നായർ, അതുപോലെ തന്നെ NCC 2K ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മേജർ CN ആനന്ദ്, ജലനിധി മുൻ ഡയറക്ടർ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, മുൻ SP N വിജയകുമാർ IPS, മോഹൻദാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർപേഴ്സൺ റാണി മോഹൻദാസ് തുടങ്ങിയവരാണ് ഈ പൊതു പരിപാടിയിൽ ഇവിടെ സംസാരിക്കുക ഉണ്ടാവുക. ഈ യാത്ര ആരംഭിക്കുന്നത് നെടുമങ്ങാടിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ആറാംകല്ല്, ഏണക്കര, മണ്ണാമൂല, മരുതംകുഴി, കല്ലടിമുഖം എന്നിവിടങ്ങളിലാണ് ഈ യാത്രയ്ക്ക് മറ്റു കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുക ഉണ്ടാകുന്നത്. സ്വാമി ഹൃദയം, മുൻ ADGP ഗോപിനാഥൻ, മുൻ കളക്ടർ നന്ദകുമാർ IAS, അങ്ങനെ വിവിധ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളാണ് ഈ യാത്രയിലുടനീളം അണിനിരക്കുന്നത്. ആ യാത്രയിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ടാകും. വിവിധ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർമാർ പങ്കെടുക്കുന്നുണ്ടാകും. പ്രമുഖരായ ചില സാഹിത്യകാരന്മാരൊക്കെ തന്നെ ഈ യാത്രയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ടാകും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ നദീവന്ദന യാത്രയുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള നദീ പൂജയാണ് തീർത്ഥക്കര, ഈ നെടുമങ്ങാട് തീർത്ഥക്കര, അതായത് കിള്ളിയാറിന്റെ ഉത്ഭവ കേന്ദ്രമായ ഈ വനത്തിനുള്ളിലെ ഈ തീർത്ഥക്കരയിൽ നിന്നും ആദിശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന്റെ, അതായത് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വനവാസി മേഖലയിലുള്ള വനവാസികളുടെ കുടുംബക്ഷേത്രമായ ആദിശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുകയാണ്. അവിടെ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം നദീപൂജയ്ക്കും ശേഷമാണ് യാത്ര ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഭദ്രദീപം തെളിയിച്ച് യാത്രയ്ക്ക് പുരോഗമനം ഉണ്ടാകും. വലിയ കൂടി അല്ലെങ്കിൽ വലിയ മികവോടുകൂടിയാണ് യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ യാത്രയിൽ ഉടനീളം വിവിധ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ടാകും. അഖിൽ, എപ്പോഴാണ്, എവിടെയാണ് ഈ യാത്ര സമാപിക്കുക? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി.
വൈകുന്നേരമാണ് യാത്ര സമാപിക്കുന്നത്. വൈകുന്നേരം ഏകദേശം 6:30 കിള്ളിയാറിന്റെ സമാപനമായ, അതായത് കിള്ളിയാർ പര്യവസാനിക്കുന്നത് കല്ലടിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്താണ്. കാലടി കഴിഞ്ഞിട്ട് കല്ലടിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെയാണ് കിള്ളിയാറും കരമനയാറും തമ്മിൽ സംഗമിക്കുന്നത്. ആ സംഗമിക്കുന്ന സ്ഥലത്താണ് ഈ യാത്രയുടെ പര്യവസാനം നടക്കുന്നത്. തിരുവല്ലത്ത് പൊതുസമ്മേളനമുണ്ടായത് യാത്ര ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നു. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്. ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമസ്തേ കിള്ളിയാർ നദീവന്ദന യാത്ര നടക്കുന്നത്. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന യാത്ര കിള്ളിയാർ ഉത്ഭവിക്കുന്ന നെടുമങ്ങാട് തീർത്ഥങ്കരയിൽ നദീപൂജയോടെയാണ് ആരംഭിക്കുക. ISRO മുൻ ചെയർമാൻ കെ മാധവൻ നായരാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 6:30 തിരുവല്ലത്ത് കിള്ളിയാർ നദീ പൂജയോടുകൂടി സമാപിക്കാം.